ഫുഡ് ഈറ്റിംഗ് ചാലഞ്ച്. ഹലോ ഗൈസ്, അപ്പൊ ഇന്നൊരു വെറൈറ്റി ചാലഞ്ച് വീഡിയോ ആണ്. ഞാനിതൊന്നും ചെയ്യണമെന്ന് വിചാരിച്ചല്ല. ഇത് ഓൾറെഡി കുറെ ചാനൽസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ ഞാൻ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടില്ല. ബട്ട് എനിക്ക് ഇന്ന് എന്തോ അങ്ങനെ ചെയ്യാമെന്ന് തോന്നി. സോ നമ്മുടെ ചാലഞ്ച് പിങ്ക് കളർ ഫുഡ് ഈറ്റിംഗ് ചാലഞ്ച്. അപ്പൊ ഇൻട്രോ എടുക്കുന്നത് ഈവനിങ് ആണ്. പക്ഷെ ഞാൻ രാവിലെ തന്നെ ചാലഞ്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ചാലഞ്ച് തുടങ്ങുമ്പോൾ എന്തെങ്കിലും പിങ്ക് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. അപ്പൊ അവള് നല്ല ഐശ്വര്യമായിട്ട് നമ്മുടെ പിങ്ക് കളർ ഫുഡ് ഈറ്റിംഗ് ചാലഞ്ച് തുടങ്ങാണ്. ഇന്ന് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പിങ്ക് കളർ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. ഓക്കെ, അപ്പോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നു. പുട്ടും പഞ്ചസാരയായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഇനി നല്ല ചൂടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ പൊട്ടിച്ചിടാൻ വിചാരിച്ച് നോക്കുമ്പോൾ ഫ്രണ്ടിലൊക്കെ തേങ്ങയാണ്. അപ്പോൾ തേങ്ങ കാണുന്ന സമയത്ത് പിങ്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഓക്കെ നമ്മൾ തേങ്ങയൊക്കെ മാറ്റിയിട്ട് പൊട്ടിച്ചിടാൻ വെക്കുമ്പോൾ നല്ല ചൂടായിരുന്നു. അപ്പോൾ ഞാൻ ഓക്കെ ഫൈൻ, എന്നാൽ പിന്നെ പൊട്ടിക്കൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ വിട്ടു. പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബ്രെഡിൽ ജാം തേച്ചിട്ട് കഴിച്ചു. മിക്സഡ് ഫ്രൂട്ട് ജാമിൽ അത് പിങ്ക് കളറാണ്. ഈ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് റെഡിഷ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തികച്ചും എന്താ പറയുക, സാങ്കല്പികം മാത്രം. അത് പിങ്ക് കളറാണ്. ഓക്കെ, അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നമ്മൾ പിങ്ക് പാസ്തയാണ് കഴിച്ചത്. ഇതിൻ്റെയൊക്കെ കളറിങ് ഏജന്റ് എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. അപ്പോൾ നമ്മൾ പിങ്ക് പാസ്ത കഴിച്ചു. ഉച്ചയ്ക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആവാനായപ്പോൾ ഞാനൊരു ഐസ്ക്രീം കഴിച്ചു. അരുൺ ഐസ്ക്രീം, മറ്റേ വാട്ടർമെലൻ്റെ. അത് പിങ്ക് കളർ കണ്ടിട്ട് ഞാൻ എടുത്തതാണ്. പക്ഷെ അത് തുറന്ന് നോക്കിയപ്പോൾ അത് ആകെപ്പാടെ മെൽറ്റായി. അതിൻ്റെ കളറൊക്കെ എന്താ പറയുക, മിക്സപ്പായി. ആകെ ഒരുമാതിരി കളത്തിലായിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്കത് പിങ്ക് ഉണ്ട്, സോ നമ്മളത് കഴിച്ചു. അങ്ങനെ പിന്നെ ഒരു വേഫർ എടുത്ത് കഴിച്ചു. നമ്മുടെ സ്ട്രോബെറി ഫ്ലേവർ ട്രീറ്റിൻ്റെ വേഫറാണ്, അത് കഴിച്ചു. പിന്നെ രാത്രി നമ്മൾ ദോശയാണ് കഴിച്ചത്. ദോശയും പിങ്ക് ദോശയാണ്. ദോശയും ജാമും വടയാണ് നമ്മൾ കഴിച്ചത്. അങ്ങനെ ഇന്നത്തെ പിങ്ക് ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ്. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇനിയും കളേഴ്സൊക്കെ പോരട്ടെ. എന്നാൽ ഓക്കെ, പോയിട്ട് വരാം. ബൈ.